Hi everyone, welcome to KTU Classroom by Nino. Today we will discuss the register transfer logic. What is a digital system? A digital system is a sequential logic system. അതായത് ആ ഒരു ഡിജിറ്റൽ സിസ്റ്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് ഗേറ്റ്സ്. അതായത് അതിനകത്ത് നമ്പർ ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ഉണ്ടായിരിക്കും. ആ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഫ്ലിപ്പ് ഫ്ലോപ്സും ഗേറ്റ്സും യൂസ് ചെയ്തിട്ടായിരിക്കും ആ സീക്വൻഷ്യൽ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ദെൻ വി നോ ദാറ്റ് ദ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ദ സ്റ്റേറ്റ് ടേബിൾ. സോ the digital systems can be designed by using the state tables, but the problem is that for the designing of a large digital system there will be a large number of states, so it will be very complicated. So we have to go for another approach, which is the modular designing approach. അതായത് നമ്മളൊരു ഡിജിറ്റൽ സിസ്റ്റം, മെയിൻലി ദ ലാർജ് ഡിജിറ്റൽ സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മോഡുലാർ അപ്രോച്ച് യൂസ് ചെയ്തിട്ടാണ് ഡിസൈനിങ് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ദറ്റ് ഈസ് ദ എൻറ്റയർ സിസ്റ്റം മേ ബി കൺസ്ട്രക്റ്റഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് modules and each module performs some task. Okay, now let's see some examples for such modules that we can be utilized for the designing of the digital systems. Registers, counters, decoders, multiplexers, arithmetic elements and control logics are the examples for such modules that we can be utilized for the designing of a system. Okay, then ഈ modules നമുക്ക് already available modules ആയിരിക്കും. Whenever we are designing a digital system, we can utilize these modules. Okay, each module will perform some particular task and we can combine these modules properly to form the digital system. Okay, then these modules are interconnected by using the data and control paths. അതായത് ഡാറ്റ പാത്സ് ആൻഡ് കൺട്രോൾ പാത്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ബട്ട് ദീസ് ഡാറ്റ ആൻഡ് കൺട്രോൾ പാത്സ് cannot be described by using the combinational or sequential logic. Then what we will do? We have to go for the register transfer logic. Okay, let's see what is a register transfer logic. The information flow and the processing task among the data stored in the registers can be described by means of the register transfer logic. അതായത് നമ്മളൊരു ഡിജിറ്റൽ സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി നോ ദാറ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ്. ആ രജിസ്റ്റേഴ്സിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയിൽ നമ്മൾ എ നമ്പർ ഓഫ് ടാസ്ക്സ് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ രജിസ്റ്റേഴ്സ് തമ്മിൽ ഒരു ഡാറ്റ ഫ്ലോ വരുന്നുണ്ടായിരിക്കും. ആൻഡ് വി ക്യാൻ റെപ്രസെൻറ്റ് ദീസ് ഡാറ്റ ഫ്ലോ ആൻഡ് ദ ഓപ്പറേഷൻസ് ഓൺ ദ ഡാറ്റ വിത്തിൻ ദ രജിസ്റ്റർ ബൈ യൂസിങ് ദ register transfer logic. Register transfer logic represents the operations on the register data and the information flow. Okay, the registers are the basic component of the system. ഈ ഒരു രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, നൗ ലെറ്റ്സ് കൺസിഡർ ദ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്. ദ ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് ദ സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ദ സിസ്റ്റം ആൻഡ് ദെയർ ഫങ്ഷൻസ്. ഓക്കെ, എന്തൊക്കെയായിരിക്കും വരുന്നത്? ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആയിരിക്കും. നമുക്കറിയാം നമ്മളൊരു ഡിജിറ്റൽ സിസ്റ്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി എ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ്. ആ രജിസ്റ്റേഴ്സ് ആണ് നമ്മൾ ഫസ്റ്റ് കമ്പോണൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഷിഫ്റ്റ് രജിസ്റ്റർ, കൗണ്ടർ, മെമ്മറി യൂണിറ്റ്സ്, ഇതെല്ലാം രജിസ്റ്റേഴ്സിന് എക്സാമ്പിളാണ്. ദെൻ ദ സെക്കൻഡ് കമ്പോണൻറ്റ് ഈസ് ദ ബൈനറി കോഡഡ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ രജിസ്റ്റർ. രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിനകത്ത് സെക്കൻഡ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റേഴ്സിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ബൈനറി ഇൻഫർമേഷൻസ് ആണ്. ഓക്കെ, ആ ഒരു ബൈനറി ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് may be binary number or it may be binary coded decimal number, that is the BCD number, or it may be the alphanumeric characters or control informations or any other binary coded information. Okay, അതായത് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിനകത്ത് സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ആൻഡ് വി നോ ദാറ്റ് ഓൾവേസ് വി വിൽ സ്റ്റോർ ദ ഇൻഫർമേഷൻസ് ഇൻ ദ ഫോം ഓഫ് ബൈനറി ആൻഡ് ദ ഇൻഫർമേഷൻ മേ ബി ദ ബൈനറി നമ്പർ, BCD number, alphanumeric characters, control informations or any other binary coded information. Okay, then the third component എന്ന് പറയുന്നത് ദ ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ രജിസ്റ്റർ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആയിരുന്നു. സെക്കൻഡ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് രജിസ്റ്ററിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ബൈനറി ഇൻഫർമേഷൻ ആണ്. തേർഡ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ആ ബൈനറി ഇൻഫർമേഷൻസിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ്. ഓക്കെ, ദെൻ വി ക്യാൻ കോൾ ദ ഓപ്പറേഷൻസ് വിച്ച് ആർ പെർഫോംഡ് ഓൺ ദ കണ്ടന്റ് ഓഫ് രജിസ്റ്റർ ആസ് മൈക്രോ ഓപ്പറേഷൻസ്. ഓക്കെ, മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ രജിസ്റ്റർ കണ്ടന്റിനകത്ത് നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷനെ നമുക്ക് മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ shift operation, count operation, add, clear or load operations. Okay, then these are the micro operations. Then the fourth component of the register transfer logic is
the control functions that initiate the sequence of operations. There will be some control signals that may initiate the operations. Okay, these control functions will act as the fourth component of the register transfer logic. For example, we can consider the timing signals that sequence the operations one at a time. Okay, നമുക്കറിയാം ഓരോ ഇൻസ്ട്രക്ഷൻസ് 1 by 1 ആയിട്ടായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു സീക്വൻസിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ള ടൈമിംഗ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു കൺട്രോൾ ഫംഗ്ഷനാണ്. Then it is an example for the fourth component of the register transfer logic. Okay, then once again, രജിസ്റ്റേഴ്സിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ, ആ ഡാറ്റയിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ്, ദെൻ ആ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ ഫംഗ്ഷൻസ്, ഇതൊക്കെയാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിനകത്ത് ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി വിൽ കൺസിഡർ ദ രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ്. യൂഷ്വലി വി വിൽ യൂസ് ദ HDL ലാംഗ്വേജസ്, ദാറ്റ് ഈസ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ഫോർ ദ രജിസ്റ്റർ ട്രാൻസ്ഫർ. ആൻഡ് ഇൻ ദിസ് HDL language we will use the symbolic notations to represent the registers and to represent the operations on the content of the registers and also for representing the control functions. Okay, നമുക്കറിയാം രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിനകത്ത് നമ്മൾ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ രജിസ്റ്റർ കണ്ടന്റിൽ കുറച്ച് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് കൺട്രോൾ ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഈ രജിസ്റ്റേഴ്സിനെയും അതുപോലെ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ഫംഗ്ഷൻസിനെയും എല്ലാം നമ്മൾ ഈ ഒരു ലാംഗ്വേജിനകത്ത്, രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജിനകത്ത് സിംബോളിക് നൊട്ടേഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ if you are considering a statement within the register transfer language, it consists of control functions and a list of micro operations. അതായത് ഈ ഒരു HDL ലാംഗ്വേജിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജിനകത്ത് നമ്മൾ എഴുതിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എ നമ്പർ ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സം കൺട്രോൾ ഫംഗ്ഷൻസും ഉണ്ടായിരിക്കും. നമുക്കറിയാം മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്റ്റർ കണ്ടന്റിൽ പെർഫോം ചെയ്യുന്ന എന്ത് ഓപ്പറേഷൻ നമുക്ക് മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയാം. ആഡ്, ഷിഫ്റ്റ് അതുപോലുള്ള ഓപ്പറേഷൻസ്. ഓക്കെ, ദെൻ രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമ്പർ ഓഫ് മൈക്രോ ഓപ്പറേഷൻസും ഉണ്ടായിരിക്കും. അതുപോലെ കൺട്രോൾ ഫംഗ്ഷൻസും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ മൈക്രോ ഓപ്പറേഷൻസ് എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൈക്രോ ഓപ്പറേഷൻസ് ആർ ദ ഓപ്പറേഷൻസ് പെർഫോംഡ് ഇൻ ദ ഡാറ്റ വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ദ രജിസ്റ്റേഴ്സ്. രജിസ്റ്റേഴ്സിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിനെയാണ് മൈക്രോ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എലമെൻ്ററി ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ് പാരലൽ ഡ്യൂറിങ് ദ 1 clock പീരീഡ്. അതായത് ഒരു സിംഗിൾ ക്ലോക്ക് പൾസിനകത്ത് തന്നെ നമുക്ക് എ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് പാരലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് മേ റീപ്ലേസ് ദ പ്രീവിയസ് കണ്ടന്റ് ഓഫ് ദ രജിസ്റ്റർ ഓർ ഇറ്റ് മേ ട്രാൻസ്ഫർ ടു അനദർ രജിസ്റ്റർ. ഓക്കെ, മൈക്രോ ഓപ്പറേഷൻസിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഷിഫ്റ്റ്, കൗണ്ട്, ക്ലിയർ, ആഡ് ആൻഡ് ലോഡ്. ഓക്കെ, അങ്ങനെ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് നമുക്ക് രജിസ്റ്റർ കണ്ടന്റിനകത്ത് പെർഫോം ചെയ്യുന്ന എന്ത് ഓപ്പറേഷൻ നമുക്ക് മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മളൊരു പാരലൽ സിസ്റ്റം അല്ലെങ്കിൽ സീരിയൽ സിസ്റ്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൈക്രോ ഓപ്പറേഷൻസിന് എത്രത്തോളം ടൈമാണ് എടുക്കുന്നുണ്ടായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, ഒരു പാരലൽ സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എ മൈക്രോ ഓപ്പറേഷൻ റിക്വയർസ് 1 clock pulse for the execution. Okay, but if you are considering the serial computer, the micro operation requires a number of clock pulses and the number of clock periods will be equal to the word time of the system. There are different types of micro operations that can be performed. Okay, then these micro operations mainly based on the type of the data which are kept in the registers. രജിസ്റ്റേഴ്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റയുടെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൈക്രോ ഓപ്പറേഷൻസ് ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, now let's see the different types of binary informations that are available in the registers. Okay, the first type of the binary information is numerical data such as binary numbers or binary coded decimal numbers. അതായത് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആയിരിക്കും, ന്യൂമറിക്കൽ ഇൻഫർമേഷൻസ് ആയിരിക്കും. അതായത് ഒന്നുകിൽ ബൈനറി നമ്പേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ BCD നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ നോൺ ന്യൂമറിക്കൽ ഡാറ്റ സച്ച് ആസ് ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് ഓർ അതർ ബൈനറി കോഡഡ് സിമ്പിൾസ്. ദെൻ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് അതർ കാറ്റഗറീസ്, അതായത് ഇൻസ്ട്രക്ഷൻസ് ആവാം, അഡ്രസ്സസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺട്രോൾ ഇൻഫർമേഷൻസ് ആവാം വിച്ച് ആർ യൂസ്ഡ് ടു സ്പെസിഫൈ ദ ഡാറ്റ പ്രോസസ്സിംഗ് റിക്വയർമെൻറ്റ്സ് ഇൻ ദ സിസ്റ്റം. അതായത് സിസ്റ്റത്തിനകത്ത് ഡാറ്റ പ്രോസസ്സിംഗ് റിക്വയർമെൻറ്റ്സിനൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അഡ്രസ്സസ് അല്ലെങ്കിൽ കൺട്രോൾ ഇൻഫർമേഷൻസ് ഒക്കെയാണ് നെക്സ്റ്റ് ഒരു കാറ്റഗറി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പ് ബൈനറി ഇൻഫർമേഷൻസ് ആണ് രജിസ്റ്ററിനകത്ത് അവൈലബിൾ ആയിട്ടിരിക്കുക. ഒന്നുകിൽ അതൊരു ന്യൂമറിക്കൽ ഡാറ്റ ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ന്യൂമറിക്കൽ ഡാറ്റ ആയിരിക്കും, അല്ലെങ്കിൽ അതർ കാറ്റഗറീസിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസ്, അഡ്രസ്സസ് അല്ലെങ്കിൽ കൺട്രോൾ ഇൻഫർമേഷൻസ് ആയിരിക്കും. ഓക്കെ, ദീസ് ആർ ദ 3 types of binary informations that we can see within the registers. Now we will see the different types of micro operations which are performed based on the type of these binary informations. ഈ 3 ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തൊക്കെ മൈക്രോ ഓപ്പറേഷൻസ് ആണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The first type of micro operation is inter-register transfer. And in this, the data will be transferred in between the registers and there will not be any change in the information content.
Okay, then the next type of micro operation is arithmetic operation. Arithmetic operation is performed on the registers which contains the numerical values. Okay, it involves the arithmetic operations like addition, subtraction, etc., and it is performed on the numbers. Numerical data values carry ചെയ്യുന്ന രജിസ്റ്റേഴ്സിലായിരിക്കും arithmetic operations perform ചെയ്യുന്നുണ്ടായിരിക്കുക. Then next one is logical micro operations. Okay, it performs the operations like and, or on the individual pairs of the bits stored in the registers. അതായത് ലോജിക് മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ ഓപ്പറേഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ഓർ പോലെയുള്ള ലോജിക്കൽ ഓപ്പറേഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ദ ഓപ്പറേഷൻ വിൽ ബി പെർഫോംഡ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ പെയർ ഓഫ് ദ ബിറ്റ്സ്. അതായത് രണ്ട് രജിസ്റ്റർ കണ്ടൻസിൽ ഒരു ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് രണ്ട് രജിസ്റ്റേഴ്സിൻ്റെയും ith ബിറ്റിലായിരിക്കും ആ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ, if we are performing an AND operation, the ith bit of the first register and the ith bit of the second register will be ANDed together. Okay, അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് പെയേഴ്സിലായിരിക്കും നമ്മളൊരു ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. Okay, then the fourth category is shift micro operation and it will specify the operation for the shift registers. Shift registers perform ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് shift micro operation. Okay, then these four are the different types of micro operations: inter register transfer, arithmetic operation, logic operation, shift micro operation. Inter register transfer ആണെങ്കിൽ അതിനകത്ത് ഇൻഫർമേഷന് ചേഞ്ച് ഒന്നും വരുന്നുണ്ടായിരിക്കില്ല. arithmetic operation ആണെങ്കിൽ ന്യൂമറിക്കൽ ഡാറ്റ ക്യാരി ചെയ്യുന്ന രജിസ്റ്റേഴ്സിലായിരിക്കും ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ ലോജിക്കൽ ഓപ്പറേഷൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് പെയർ ഓഫ് ബിറ്റ്സിലായിരിക്കും ഓപ്പറേഷൻ വരുന്നുണ്ടായിരിക്കുക. ദെൻ ഷിഫ്റ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ പെർഫോം ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ്. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് ഇൻ ദ ഡിജിറ്റൽ സിസ്റ്റംസ്. ഓക്കെ.